JP Astro ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് താമ്പൂലത്തെക്കുറിച്ചാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ എന്ത് ശുഭകാര്യങ്ങളുണ്ടായാലും അവിടെ എല്ലാം ഒരു പ്രധാന ഘടകമാണ് താമ്പൂലം അഥവാ വെറ്റില. ഒരു വിവാഹം നടക്കുമ്പോഴോ ഒരു വിവാഹ നിശ്ചയം നടക്കുമ്പോഴോ അല്ലെങ്കിൽ ശുഭകരമായ ഏതെങ്കിലും ഒരു കാര്യം വീട് വയ്ക്കുമ്പോഴോ വീടിന് പണി തുടങ്ങുമ്പോഴോ അതല്ലെങ്കിൽ പാലുകാച്ച സമയത്തോ ഗൃഹപ്രവേശം ഇങ്ങനെ എന്ത് കാര്യമായാലും നമ്മൾ അവിടെയെല്ലാം ഒരു നിലവിളക്കിൻ്റെ സാന്നിധ്യവും അതുപോലെ തന്നെ താമ്പൂലം അടയ്ക്ക നാണയം ഇതൊക്കെ ഗണപതിയെ സങ്കല്പിച്ചും അല്ലാതെയും ഒക്കെ വയ്ക്കാറുണ്ട്. അതുപോലെ തന്നെ ഗുരുക്കന്മാരുടെയും ബന്ധുക്കളുടെയും മറ്റുള്ള രക്ഷിതാക്കളുടെയും ഒക്കെ അനുഗ്രഹം നേടാൻ വേണ്ടി വിവാഹ സമയത്ത് ദക്ഷിണ കൊടുക്കുക എന്നൊരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങുണ്ട്. വെറ്റിലയും അടയ്ക്കയും നാണയവും കൂടെ ചേർത്ത് നമ്മൾ അനുഗ്രഹത്തിന് വേണ്ടി കൊടുക്കും. ഇങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്ന വെറ്റിലയ്ക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ടെന്നും ആയുർവേദം പറയുന്നുണ്ട്. അത് പണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ വെറ്റിലച്ചാറ് കൊടുക്കുമായിരുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഔഷധ കാര്യമല്ല സംസാരിക്കുന്നത്. നമ്മളിപ്പം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വെറ്റിലയിലെ ദേവതാരൂപങ്ങളും അതിൻ്റെ ശുഭാശുഭ ലക്ഷണങ്ങളുമാണ്. ഒരു വെറ്റില കാണുമ്പോൾ തന്നെ നമുക്ക് അതിനകത്തെ ലക്ഷണം കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. ജ്യോതിഷത്തിൽ പ്രശ്നത്തിൽ വളരെ പ്രധാനമായി ഉപയോഗിക്കുന്ന ഒരു ഘടകമാണ് താമ്പൂലം. താമ്പൂല പ്രശ്നം എന്നുള്ളത് തന്നെ വളരെ പ്രധാനപ്പെട്ടതും വളരെ പ്രാധാന്യമുള്ളതുമായ ഒരു കാര്യമാണ്. സ്വർണം കൊണ്ട് സ്വർണ്ണാരൂഢം വെച്ചും അതുപോലെ തന്നെ കവടി വെച്ചും അതുപോലെ താമ്പൂലം വെച്ചും ഇങ്ങനെ പലതരത്തിൽ ആരൂഢത്തെ നിശ്ചയിക്കാറുണ്ട്. അപ്പോൾ ആരൂഢം കണ്ടുപിടിക്കുന്നതിനും ആ ആരൂഢം അനുസരിച്ചുള്ള അന്നേരത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഗുണമാണോ ദോഷമാണോ എന്നെല്ലാം അസ്ട്രോളജിയിൽ നല്ല ഗ്രാഹ്യമുള്ള ഒരാൾക്ക് വളരെ വിശദമായി മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും നടന്ന സംഭവങ്ങളും നടക്കാൻ പോകുന്ന കാര്യങ്ങളും അവരെ ബോധ്യപ്പെടുത്താനും സാധിക്കും എന്നുള്ളതാണ്. നമ്മൾ സാധാരണ ഒരാളിൻ്റെ ജാതകം പരിശോധിക്കുന്നത് പോലെ തന്നെ താമ്പൂലം നോക്കി താമ്പൂല പ്രശ്നം നടത്താൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ആദ്യം തന്നെ ഒരുപാട് ശ്ലോകങ്ങൾ താമ്പൂലത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പണ്ട് താമ്പൂലം വേറെ ചില രീതിയിൽ ഉപയോഗിച്ചിരുന്നു. മഷിനോട്ടം എന്നൊക്കെ പറയുന്ന പോലെ താമ്പൂലത്തിൽ ഒരു കറുത്ത എന്തോ ഒരു മഷി പോലെ ഇരിക്കുന്ന ഒരു സാധനം പറ്റി എന്താണെന്നൊന്നും അറിയില്ല. അതിലിങ്ങനെ കുറേ സമയം നോക്കിയിരിക്കുമ്പോൾ അതിൽ ചില രൂപങ്ങൾ തെളിയുമെന്നും ളൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഭവത്തെയോ ഒക്കെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ അതിനകത്തിൽ ദൃശ്യമാകും എന്നൊക്കെ പറയുന്നു. അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. കാരണം അതിൻ്റെ ശാസ്ത്രീയതയും അറിയില്ല. ഇതിനെക്കുറിച്ച് ഞാൻ ഒരാളിനോട് ചോദിച്ചപ്പോൾ നമ്മളോട് പറഞ്ഞത് ഈ എണ്ണയും പെട്രോളും ഡീസലും അതുപോലെയൊക്കെയുള്ള സാധനങ്ങൾ വെള്ളത്തിലോ തറയിലോ ഒക്കെ വീണാൽ പല രൂപമായി അതിങ്ങനെ പടർന്ന് പല രീതിയിൽ കാണാമല്ലോ, അതുപോലെയൊക്കെ ആയിരിക്കാം എന്നാണ്. കാരണം ഇന്നത്തെ കാലത്ത് അതിനെ സംബന്ധിച്ചൊന്നും ആർക്കും കാര്യമായി അറിയില്ല. അപ്പോൾ താമ്പൂലം ശാസ്ത്രം പറയുന്നത് തന്നെ താമ്പൂല പൃഷ്ഠതൈര ഫലമഹിലത്തസ്യ വ്യക്തമയോ എന്ന് പറയുമ്പോൾ എല്ലാ ഫലങ്ങളെക്കുറിച്ചും താമ്പൂലം കൊണ്ട് പറയാൻ സാധിക്കും. താമ്പൂലം നോക്കി എന്ത് കാര്യവും പറയാം എന്നുള്ളതാണ് അതിൽ പറയുന്നത്. ഞാൻ നിങ്ങളുമായി ആദ്യം തുടങ്ങുന്നത് താമ്പൂലം, അതായത് നമ്മളൊരു വെറ്റില എടുക്കുമ്പോൾ അതിൻ്റെ ഓരോ ഭാഗങ്ങളിലും ദേവതാരൂപം ഉണ്ട് എന്നുള്ളത് ഒരു സങ്കല്പമുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ ഭാഗത്ത് ഏതൊക്കെ ദേവതമാരാണ് ഉള്ളത് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. താമ്പൂലം നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഇപ്പോൾ ദക്ഷിണ കൊടുക്കുമ്പോഴും അതുപോലെ താമ്പൂലമൊക്കെ ഉപയോഗിക്കുമ്പോഴും അത് ഈ ദേവതാരൂപം അറിയാൻ പാടില്ലാത്തതുകൊണ്ട്, അതായത് ഇതാണ് അഗ്രഭാഗം, ഇതാണ് ചുവട്, ഈ മുറിച്ചെടുക്കുന്ന ഭാഗം, ഇത് അഗ്രഭാഗം എന്ന് പറയും. അപ്പോൾ ഇത് ഇങ്ങനെയാണോ ദക്ഷിണ കൊടുക്കേണ്ടത് അതോ തിരിച്ച് ഇങ്ങനെയാണോ എന്ന് പോലും പലർക്കും അറിയില്ല. അങ്ങനെ അറിയാൻ പാടില്ലാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിലെ ദേവതാരൂപത്തെക്കുറിച്ച് അറിവില്ല എന്നാണ്. താമ്പൂലാഗ്രേ നിവസതിരമ എന്നാണ് അതിൻ്റെ ആദ്യത്തെ വരി. അഗ്രഭാഗം, അതായത് ഈ ഭാഗത്ത്, ഈ അഗ്രഭാഗത്ത് വസിക്കുന്നത് മഹാലക്ഷ്മി അല്ലെങ്കിൽ ഐശ്വര്യ ദേവതയാണ് എന്നുള്ളതാണ്. താമ്പൂലാഗ്രേ നിവസതിരമ മധ്യതോ വാഗദേശ പൃഷ്ഠേ ജ്യേഷ്ഠ ഹിമഗിരിസുധ വാമഭാഗേ അന്യധോവും. ഇങ്ങനെ ഒരുപാട് ശ്ലോകങ്ങളുണ്ട്. അപ്പോൾ ഈ ശ്ലോകങ്ങൾ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് സാധാരണക്കാർക്ക് അത് മനസ്സിലാകാത്തതുകൊണ്ടാണ് ഈ അസ്ട്രോളജിയിലെ ശ്ലോകങ്ങളൊന്നും ഞാനങ്ങനെ ചൊല്ലി വലിയ പണ്ഡിതനാണെന്ന് കാണിക്കാത്തത്. നിങ്ങൾക്ക് മനസ്സിലാകണം, നിങ്ങൾക്ക് അത് ബോധ്യപ്പെടണം എന്നത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ.
അപ്പോൾ ഈ അഗ്രഭാഗം, അതായത് ഈ ഭാഗത്തിരിക്കുന്നത് മഹാലക്ഷ്മിയാണ് എന്നാണ്, ഐശ്വര്യ ദേവത എന്നാണ് നമ്മളതിന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് കാര്യത്തിന് ഒരു വെറ്റില എടുത്താലും, ദക്ഷിണ കൊടുക്കാനായാലും വിളക്കിൻ്റെ മുന്നിൽ വയ്ക്കാനായാലും എന്ത് കാര്യത്തിനായാലും അനുഗ്രഹത്തിനാണ് അല്ലെങ്കിൽ നന്മയ്ക്കാണ് അത് ആഗ്രഹിക്കുന്നത് എങ്കിൽ അഗ്രമില്ലാത്തത്, അതായത് ഇത് മുറിഞ്ഞു പോയിട്ടുള്ള ഈ അഗ്രഭാഗം ഇല്ലാത്തതോ മുറിഞ്ഞു പോയതോ ഒടിഞ്ഞിരിക്കുന്നതോ അങ്ങനെയുള്ള വെറ്റിലയൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം മഹാലക്ഷ്മി അല്ലെങ്കിൽ ഐശ്വര്യത്തിൻ്റെ ദേവതയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് അഗ്രഭാഗം. അപ്പോൾ അതില്ലെങ്കിൽ ഐശ്വര്യവും ഇല്ല, ലക്ഷ്മിയില്ല. അപ്പോൾ പിന്നെ എന്തിനാണത് ഉപയോഗിക്കുന്നത് എന്നൊരു ചോദ്യം അറിയാവുന്നവർ ചോദിക്കും. അതുപോലെ തന്നെ ഈ വിവാഹ സമയത്തൊക്കെ ദക്ഷിണ കൊടുക്കുമ്പോൾ പണ്ട് പ്രായമായവർ അഗ്രഭാഗം മുറിച്ചെടുത്ത് അവരുടെ, അതായത് ആരാണോ ദക്ഷിണ ഇങ്ങോട്ട് തരുന്നത് ആ വാങ്ങിച്ചതിന് ശേഷം ആ വാങ്ങിക്കുന്ന ആൾ ഇതിൻ്റെ അഗ്രഭാഗം മുറിച്ചെടുത്ത് അവരുടെ ഉച്ചയിൽ ശിരസിൽ തൊട്ട് അനുഗ്രഹിക്കുന്ന ഒരു രീതി പണ്ടുണ്ടായിരുന്നു. ഇപ്പോഴും പ്രായമുള്ളവരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. എനിക്ക് ദക്ഷിണ ആര് തന്നാലും ഞാൻ ഇതുപോലെ തിരിച്ച് ചെയ്യാറുമുണ്ട്. അപ്പോൾ അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഐശ്വര്യം നിനക്ക് സംഭവിക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാകട്ടെ എന്നുള്ള ഒരു അനുഗ്രഹമാണ് അതിനകത്തുള്ളത്. താമ്പൂലാഗ്രഹ നിവസതിരമ, ഇവിടെയാണ് അഗ്രഭാഗത്താണ് മഹാലക്ഷ്മി. മധ്യതോ വാഗദേശ, മധ്യഭാഗം എന്ന് പറഞ്ഞാൽ ദേ ഈ ഭാഗം, ഇവിടം മുതൽ ഇവിടം വരെ ഉള്ളതിൻ്റെ മധ്യഭാഗത്തിരിക്കുന്ന വാഗ്ദേവിയാണ് എന്നുള്ളതാണ്. അതാണ് ഈ മധ്യഭാഗത്ത് നമ്മൾ ഈ അടയ്ക്കയും നാണയവും ഒക്കെ വെച്ച് നമ്മളിങ്ങനെ കൊടുക്കും. അതായത് നല്ലത് വരട്ടെ, ഐശ്വര്യം വരട്ടെ എന്നുള്ളത്. മധ്യതോ വാഗദിശ. പൃഷ്ഠേ ജ്യേഷ്ഠ. ജ്യേഷ്ഠ എന്ന് പറയുന്നത് അത് ഐശ്വര്യത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ കണക്ക് കൂട്ടിയാൽ മതി എന്നുള്ളതാണ്. ജ്യേഷ്ഠ ഭഗവതി എന്നൊക്കെ അങ്ങനെ പറയും. അത് ഇതാണ്. അതുകൊണ്ടാണ് ഈ സാധനം വേണം. ഈ സാധനത്തിന് ഒരുപാട് നീണ്ടിരുന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതായത് ഈ ഞെട്ട് ഒരുപാട് ഇല്ല എങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇത് അത്യാവശ്യമായിട്ടും വേണം. അപ്പോൾ ഇവിടെ മഹാലക്ഷ്മിയും ഇവിടെ വാഗ്ദേവി സരസ്വതിയും ഇവിടെ പൃഷ്ഠേ ജ്യേഷ്ഠ ഭഗവതി, അതായത് ഈ ഭാഗത്ത് ഇരിക്കുന്നു. ഹിമഗിരിസുത വാമഭാഗ്യ. ഹിമഗിരിസുത എന്ന് പറയുമ്പം ശ്രീപാർവതി. ഇനി ആദ്യം പറയാം വെറ്റില എങ്ങനെയാണ് പിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ദേ ഇങ്ങനെയല്ല, ഇങ്ങനെ. അപ്പം നമ്മൾ ആർക്കാണോ പിന്നെ ദക്ഷിണ ഐശ്വര്യം നേടാനായി കൊടുക്കേണ്ടത് അങ്ങനെ കൊടുക്കുമ്പോൾ ഈ ഭാഗം നമുക്ക് നേരെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. അതാണ് അതിൻ്റെ പ്രത്യേകത. അതായത് ഇങ്ങനെ നൽകുമ്പോൾ ഈ വാങ്ങിക്കുന്ന ആൾ, നമ്മളെ കൊടുക്കുന്ന ആളിൻ്റെയാണ് ഇങ്ങനെ, കൊടുക്കുന്നയാളിൻ്റെ ശരീരത്തിന് നേരെ ഈ തുമ്പിരിക്കുമ്പോൾ അവരാണ് ഐശ്വര്യത്തിന് വേണ്ടി മറ്റുള്ളവരുടെ കയ്യിൽ, അതായത് പ്രായമായ നമ്മുടെ ഗുരുക്കന്മാരുടെ കയ്യിലേക്ക് നമ്മൾ ദക്ഷിണ കൊടുക്കുന്നത്. അപ്പോൾ അവരാണ് ഈ ഭാഗം മുറിച്ച് നിനക്ക് നല്ലത് വരട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ ഉച്ചിയിൽ വെക്കുന്നത്, പണ്ട് ശിരസിൽ വെച്ച് അനുഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വേണം വെറ്റില നമ്മൾ ദക്ഷിണ കൊടുക്കുമ്പോൾ ഈ ഭാഗം മുന്നിലും ഈ ഭാഗം നമുക്ക് നേരെ വെച്ച് കൊടുക്കുന്നതാണ് ഐശ്വര്യം. കാരണം ആരാണോ ഐശ്വര്യം ആഗ്രഹിച്ചു കൊടുക്കുന്നത് അവരുടെ നേരെ വേണം ഇത് വേണ്ടത്. ഐശ്വര്യം നൽകുന്നത് ആരാണോ അവരാണ് ഈ ഭാഗം മുറിച്ച് നമുക്ക് തരുന്നത്. അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പം പൃഷ്ഠേ ജ്യേഷ്ഠ ഹിമഗിരിസുത വാമഭാഗം. വാമഭാഗം എന്ന് പറയുന്നത് ഇടതുവശത്ത് വാമഭാഗം. അതായത് നമ്മളിങ്ങനെ ഒരു വെറ്റില എടുത്ത് പിടിക്കുമ്പം അതിൻ്റെ ഇടതുവശം അവിടെ ശ്രീപാർവതി. മൊത്തത്തിൽ അങ്ങ് പറയാം. അപ്പോൾ സമയം ഒരുപാട് പോകത്തില്ല, കാരണം ഇപ്പം തന്നെ 9 മിനിറ്റ് ആവാറായി തോന്നുന്നു. അഗ്രഭാഗത്ത് ശ്രീഭഗവതി, അതായത് മഹാലക്ഷ്മിയും, മധ്യഭാഗത്ത് സരസ്വതിയും, അധോഭാഗത്ത് ജ്യേഷ്ഠാഭഗവതി, അതാണ് ഈ ഭാഗം, ജ്യേഷ്ഠാഭഗവതിയും, ഇടതുഭാഗത്ത് ശ്രീപാർവതിയും, വലതുഭാഗത്ത് ഭൂമിദേവിയും, അന്തർഭാഗം ഉള്ളിൽ വിഷ്ണുവും പുറത്ത് ചന്ദ്രനും, കോണുകളിൽ ശിവനും ബ്രഹ്മാവും. താമ്പറ്റയുടെ കോണുകളിൽ ശിവനും ബ്രഹ്മാവും, ഉപരിഭാഗത്ത് ആദിത്യനും ഇന്ദ്രനും, നിറഞ്ഞു നിൽക്കുന്നത് കാമദേവനുമാണ് എന്നുള്ളതാണ്
ഈ താമ്പൂലാഗ്രേ നിവസതിരമാ മധ്യതോ വാഗദീശ വൃഷ്ടേ ജ്യേഷ്ഠ ഹിമഗിരിസുത വാമഭാഗേ അന്യതോ ഭൂ അന്തർവിഷ്ണു ബഹിർരുടുപതി ശങ്കരാചൗച കോണേ ശക്രാദിത്യ ഉപരിമതന സർവതോ നാഗവല്യ എന്ന് പറയുന്ന ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. ഒരു താമ്പൂലത്തിൽ തന്നെ അഗ്രഭാഗം വളരെ പ്രധാനപ്പെട്ടാണ്, അതാണ് ഐശ്വര്യദേവത. അപ്പോൾ ഈ പറയുന്ന എല്ലാ ദേവതമാരും ഒരു താമ്പൂലത്തിൽ അടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ്. അതുപോലെ കാമദേവൻ എല്ലായിടവും നിറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, കാമദേവൻ എന്നുദ്ദേശിച്ചത് സുഖം എന്നാണ്. സുഖം, അതായത് നമുക്ക് ഐശ്വര്യവും സുഖവും തരുന്നത് ഇത് നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് താമ്പൂലം നമ്മുടെ ഭാഷയിൽ സാധാരണ പറയുന്നത് മുറുക്കുന്നു എന്നുള്ള. അത് ഈ പൊയിലയും വളകമിക്കലും എല്ലാം കൂടെ ചേർത്തുള്ള സാധനമൊന്നുമല്ല. വെറ്റിലയും അടയ്ക്കയും ഇത് വായിലിട്ട് ചവച്ചാൽ പ്രത്യേകിച്ച് യാതൊരു ദോഷവും ഉണ്ടാകുന്നില്ല. വെറ്റില മാത്രമാണ് ഏറ്റവും മെച്ചം. കാരണം വെറ്റിലച്ചാറ് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നുള്ളതാണ്. നമ്മൾ സാധാരണഗതിയിൽ ഇപ്പം വെറ്റാവാക്ക്, അതിൻ്റെ കൂടെ ചുണ്ണാമ്പ്, പിന്നെ വേറെ കുറേ സാധനങ്ങൾ സൂഹിക്കാനും തലയ്ക്ക് പിടിക്കാനും ലഹരിക്കും അങ്ങനെയുള്ളതൊന്നും അല്ല ഈ ശാസ്ത്രത്തിൽ പറയുന്ന താമ്പൂലം. നമസ്കാരം.